ബെല്ല, വാട്ട് ഈസ് യുവർ സ്കിൻ ടൈപ്പ്? എന്താ? നിനക്ക് നിന്റെ സ്കിൻ ടൈപ്പിനെ പറ്റി അറിയാവോന്ന്? എനിക്കൊന്നും അറിയില്ല. I just only know about my pore type. അവൾ അവളുടെ പോർ ടൈപ്പ് നോക്കിയിരിക്കട്ടെ, നമുക്ക് ഈ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. Welcome to my happy world. When I told you guys that we are going to discuss about different skin types today, you all may had one question in your mind. Why should we know this? Our parents or grandparents didn't know about this. Yet they had very good skin than us. So guys, please like, share and subscribe. Don't forget to press the bell icon. ഓഫ് കോഴ്സ് അത് സത്യമാണ്. നമ്മുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനൊക്കെ നമ്മുടെക്കാട്ടിലും വളരെ നല്ല സ്കിന്നാണ്. അവർ ഇത്രയും സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്തിരുന്നില്ല. അവരുടെ സ്കിൻ ഓയിലി ആണോ ഡ്രൈ ആണോ എന്നൊന്നും അവർ അതറിയാൻ ശ്രമിച്ചിട്ടില്ല. ബട്ട് വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ്? ലൈഫ് സ്റ്റൈൽ. Their lifestyle was very much different than ours, and they had a very good lifestyle. They had a very healthy food habit. Their food provided most of the nutrition they needed, and the environment in which they lived was less polluted than ours, right? And what about our lifestyle? It's very much different, right? We all live in different countries, under different climate and under different lifestyles. We all have different food habit also. So don't compare our lifestyle with all people or our parents and grandparents lifestyle. ആക്ച്വലി ഇതിൽ രണ്ടിൽ ഏതായിരുന്നു നല്ലതെന്ന് ചോദിച്ചാൽ അവരുടെ തന്നെയായിരുന്നു. വൈ പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട്, നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓയിൽ ആക്ച്വലി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്ട് ചെയ്യുവാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയ ഡേർട്ടിന്നും പ്യൂരിറ്റീസ് എന്നൊക്കെ അവർ ഫേസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദിസ് ഓയിൽ. ആ ഓയിലിൻ്റെ ലെവലിനെ ബേസ് ചെയ്താണ് ഓരോ മനുഷ്യർക്കും ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സ് ഉള്ളത്. And also skin type can change according to our age, climatic conditions, hormones, stress factors ഒക്കെ അനുസരിച്ച് നമുക്ക് സ്കിൻ ടൈപ്പ് ഈവൻ ചേഞ്ച് ആവാം. Why should we know our skin type? Or what are the benefits of knowing about our skin type? First of all, ബെറ്റർ സ്കിൻ കെയർ റൂട്ടീൻ. ഇപ്പം നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് അറിയാതെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത്ര ബെനിഫിറ്റ്സ് ആ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടില്ല. സോ ഫോർ ചൂസിങ് ദ റൈറ്റ് പ്രോഡക്ട്സ്, it's very much important. That is the second point actually. ഓക്കെ, നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിന് ചേർന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഈ സ്കിൻ കെയർ റൂട്ടീൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു പോയിന്റാണ്. സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ട്, പക്ഷേ ഏത് പ്രോഡക്ട്സ് വാങ്ങിക്കണം എന്നറിയത്തില്ല, നോ യൂസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്ക് എൻ്റെ സ്കിൻ ഏതാണെന്നറിയാതെ ഞാൻ ഓയിലി സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് ഡ്രൈ സ്കിന്നിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദർ വോണ്ട് ബി എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ബെറ്റർ സ്കിൻ ഹെൽത്ത് കണ്ടീഷൻസ്. അതും ഈ പ്രോഡക്ട്സുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന സാധനം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് അല്ല യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഓയിലി സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എൻ്റെ സ്കിൻ ഹെൽത്തിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. സോ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇനി ചിലരൊക്കെ ഓർക്കായിരിക്കും, ഞാൻ പ്രോഡക്ട്സ് ഒന്നുമേ യൂസ് ചെയ്യാറില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ സ്കിൻ ടൈപ്പൊക്കെ അറിയുന്നേ? മോസ്റ്റ്ലി നമ്മുടെ എൻവയൺമെൻറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ഏജ് മാറുന്ന അനുസരിച്ച് നമ്മുടെ സ്കിന്ന് മാറും എന്നാണ് പറയുന്നത്. സോ ഇപ്പം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ വേറെ ഒരു രാജ്യത്തോട്ട് പോകുമ്പോഴത്തേനും അവിടുത്തെ ക്ലൈമറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. ഇപ്പം നമ്മൾ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിലും വെൻ വി മൂവ് ടു അനദർ കൺട്രി മേ ബി എക്സ്ട്രീം കോൾഡിലോ ഒക്കെ. ഫോർ എക്സാമ്പിൾ, ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് മൈ സ്കിൻ വാസ് നോട്ട് സോ ഡ്രൈ, പെട്ടെന്ന് ഡ്രൈ ആയത്. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. അങ്ങനെ ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം നമ്മുടെ സ്കിന്നെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലതൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ അങ്ങ് വലിഞ്ഞ് മുറുകി ഭയങ്കര ഫ്ലേക്കി ആകും. ആ ടൈമിൽ നമുക്ക് തന്നെ പെയിൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്ന് ഒരു മോയ്സ്ചറൈസർ വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ സ്കിൻ ഏതാണെന്ന് നമുക്ക് അറിയുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെനിഫിറ്റഡ്. നോയിങ് അബൌട്ട് സ്കിൻ ടൈപ്പ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് us. അതിപ്പം സ്കിൻ കെയർ റൂട്ടീൻ ഉള്ളവരായിക്കോട്ടെ, അതില്ലാത്തവരായിക്കോട്ടെ, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവരായിക്കോട്ടെ, ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. Generally, skin is divided into 3 to 4 types. Oily skin, dry skin, combination skin, normal skin. ഇതിൽ നോർമൽ സ്കിൻ ഈസ് ആക്ച്വലി വെരി റയർ. ഒത്തിരി പേർക്കൊന്നും അങ്ങനെ കണ്ടുവരില്ല. ബട്ട് നോർമൽ സ്കിൻ മീൻസ് ഇറ്റ്സ് നോട്ട് ഓയിലി, ഇറ്റ്സ് നോട്ട് സോ ഡ്രൈ, ഇറ്റ്സ് നോർമലി ഇറ്റ് ഹാസ് എ നാച്ചുറൽ ഗ്ലോ ആൻഡ് ഫിനിഷിങ്. ഇറ്റ്സ് നോർമൽ സ്കിൻ. ഇറ്റ്സ് ആക്ച്വലി വെരി. നിങ്ങൾക്കൊരു ഓയിലി സ്കിൻ ആണോ എങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ.
പക്ഷെ മിക്കവരും കേൾക്കുമ്പോൾ വൈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഒരുപാട് കുരുക്കൾ വരാൻ സാധ്യതയുണ്ട്, കുഴികൾ ഫോം ആവാൻ സാധ്യതയുണ്ട് അത് കാരണം. ബട്ട് ഓയിൽ ഈസ് ആക്ച്വലി ഗുഡ് ഫോർ അവർ സ്കിൻ. What is oil on our skin? Oil creates a barrier for our skin from the outside impurities and dirt. So oily skin is actually kind of healthy. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവ്, ബിക്കോസ് അവരുടെ സ്കിൻ വിൽ ബി ഓൾവേസ് മോയ്സ്ചർ ഡ്രൈഡ്. സോ മോയ്സ്ചർ ഉള്ള സ്കിന്നിൽ ഇതൊക്കെ ഫോം ചെയ്യുന്നത് വളരെ പയ്യായിരിക്കും, അതായത് ഏജിങ് കുറഞ്ഞ തോന്നത്തുള്ളൂ. Next is dry skin, guys. Even if we apply a lot of moisturizer, our skin will still be dry. And at the extreme situations, people may even feel itchiness. So ചിലർക്ക് ഇച്ചി ആയിട്ട് ഫീൽ ചെയ്യും, ആൻഡ് അവർ സ്കിൻ വിൽ ബി സോ ഡ്രൈ ആൻഡ് ഫ്ലേക്കി. ദ എൻറ്റയർ പാർട്ട് ഓഫ് ഫേസ് വിൽ ബി ഡ്രൈ. ഈവൻ ദ ഫോർഹെഡ്, ചിൻ, ചീക്സ്, നോസ്, എവറിത്തിങ്. ഈവൻ ആ ആൾക്കാരുടെ ബോഡിയൊക്കെയും ഡ്രൈ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. കോമ്പിനേഷൻ സ്കിൻകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സ്കിൻ വിൽ ബി എ മിക്സ്ചർ ഓഫ് ബോത്ത് ഓയിലി ആൻഡ് ഡ്രൈ സ്കിൻ. മെയിൻലി ദ ടീ സോൺ, ഫോർഹെഡ്, നോസ്, ചിൻ ഏരിയാസ് വിൽ ബി ഓയിലി, ചീക്സ് ആൻഡ് ഓൾ വിൽ ബി ഡ്രൈ. ഇങ്ങനെയാണ് നോർമലി പറയുന്നത്. പക്ഷെ ചിലരുടെ കേസസിൽ നേരെ തിരിച്ചും ആവാന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടീ സോൺ ഏരിയാസ് ഡ്രൈ ആയിട്ടും ബാക്കി ഏരിയാസ് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. സോ ഓയിലി ആയിട്ടും ഡ്രൈ ആയിട്ടും രണ്ടും ഫീൽ ചെയ്യുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. Next is normal skin. Normal skin, I told you already, it's rare, and it what to say, it's not so dry, it's not so oily, it will be having a natural glow and finishing. It's actually rare. Sensitive skin is actually a skin condition. നമ്മളുടെ ഈവൻ ഇഫ് അലോവേര യൂസ് ചെയ്താലും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക്, വൈറ്റമിൻ സി യൂസ് ചെയ്താലും, ഇപ്പം തലയിലൊരു ഡാൻഡ്രഫ് വന്നാൽ പോലും നമ്മുടെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് റിയാക്ഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് എ സ്കിൻ കണ്ടീഷൻസ്. മെച്ചുവർഡ് സ്കിൻ നോർമലി കംസ് വിത്ത് ഏജിങ്, ബട്ട് നൗഡേയ്സ് ഈവൻ ടീനേജേഴ്സ് ഫീൽസ് മെച്ചുവർഡ് സ്കിൻ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓൾ. ഓക്കെ, നൗ വി ആർ അറ്റ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. നമ്മൾ വീട്ടിൽ തന്നെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഹൗ ടു ഫൈൻഡ് സ്കിൻ ടൈപ്പ് അറ്റ് ഹോം. നമുക്കിത് വീട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആക്ച്വലി വീട്ടിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് ഈസിയാണ്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് ട്രൈ ടു ഡു ദിസ് വെൻ യു ഹാവ് എ ലീവ് ഡേ, സോ ദാറ്റ് യു ഹാവ് ടൈം, ഫ്രീ ടൈം. ജസ്റ്റ് ഗോ ടു സ്ലീപ്പ്. ദെൻ വെൻ യു വേക്ക് അപ്പ്, just wash your face with mild cleanser, face wash or whatever you use for washing your face. And then wait for half an hour to 1 hour. After washing your face, for that 1 hour, you should not use any face serum, any toner or any moisturizer. Then we should take a mirror and we should just observe. If most of our face is having an oily appearance, we have an oily skin. Mostly the oil will be on our cheeks, on our forehead, on our nose, like entire face. ഓയിൽ മൊത്തത്തിൽ ഈ മുഖത്തിന് ചുറ്റും ഒരു എണ്ണ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഓയിലിയാണ്. ഓൺ ദ അതർ ഹാൻഡ്, നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞ് മുറുകി, ലൈക്ക് എന്താ പറയുന്നത് അറിയാലോ, വറ്റി വരണ്ട ഒരു ഭൂമി പോലെ നമുക്ക് മോസ്റ്റ്ലി പെയിനും എടുക്കും. ഇറ്റ് വിൽ ബി പെയിൻ ഓൾസോ ഫോർ സം പീപ്പിൾ. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ഡ്രൈ സ്കിൻ. ആൻഡ് വേറെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ടീ സോൺ എന്ന് പറയുന്നത് എന്താ, അവർ ഫോർഹെഡ്, നോസ്, ഈ ചിൻ വരെ ഈ ഒരു പാർട്ടിൽ ഓയിലും ഇവിടെയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുവാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ആൻഡ് കോമ്പിനേഷൻ സ്കിൻ. ഇതാണ് വൺ ഓഫ് ദ സിമ്പിൾ വേ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോസ്റ്റ്ലി ഓയിലാണെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും. ഇനിയും ടീ സോൺസിൽ ഓയിലും ഇവിടെ ഡ്രൈനെസ്സും വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പിനേഷൻ, അതായത് ഡ്രൈ സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ ബോത്ത് ഉണ്ട്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ സ്കിൻ. അതല്ല എങ്കിൽ നമുക്ക് ഫുള്ളി ഒരു വറ്റ് വരണ്ട പോലെ ഒരു ഫീൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡ്രൈ സ്കിൻ. ദിസ് ഇസ് വൺ ഓഫ് ദ ലൈക്ക് ഒബ്സർവ് ചെയ്ത് ചുമ്മാ കണ്ടുപിടിക്കുന്ന ഒരു സാധനം. ആൻഡ് ഈ കോമ്പിനേഷൻ സ്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീ സോണിൽ ഓയിലും ഇവിടെയൊക്കെ ഡ്രൈ എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ചിലരുടെ കേസസിൽ നേരെ തിരിച്ചും വരാറുണ്ടെന്ന് പറയുന്നു. അതായത് ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇവിടെ ഓയിലായിരിക്കും. അതായത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ ചില പാർട്സൊക്കെ നമുക്ക് ഓയിലി ആയിട്ടും ചില പാർട്സൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ടും ഫീൽ ചെയ്യും. We'll feel both oily skin appearance as well as dry skin appearance. It's a type of combination skin. The next way to find out about our skin, same, just go to sleep, wake up, wash your face, wait for 1 hour, don't use any products, then take a tissue. Instead of mirror, you have to take a tissue.
ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇറ്റ് മസ്റ്റ് ബി സോഫ്റ്റ്, നോട്ട് സോ ഹാർഡ് ആൻഡ് റോൾ. സോ നമ്മൾ ടിഷ്യൂ എടുത്തു. ഞാനിപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഉള്ള ഫേസിലോട്ടാണ് ഇത് വയ്ക്കുന്നത്. ഇങ്ങനെയല്ല ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വി ഷുഡ് വാഷ് അവർ ഫേസ്, വി ഷുഡ് വെയിറ്റ് ഫോർ 1 hour, ദെൻ ടേക്ക് എ ടിഷ്യൂ, ദെൻ ട്രൈ ടു കീപ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഹോൾഡ് ഇറ്റ്, ദെൻ വി ക്യാൻ സീ ദ ഓയിലി ഫീൽ ഇൻ ദ ടിഷ്യൂ. അതായത് എണ്ണയൊക്കെ പറ്റി കഴിയുമ്പോൾ ഒരു കുത്തായിട്ട് കാണുമല്ലോ, അതുപോലെ ടിഷ്യൂൽ ഉണ്ടെങ്കിൽ, മോസ്റ്റ്ലി ടിഷ്യൂ മൊത്തത്തിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒരു ഓയിലി സ്കിന്നാണ്. ഓൺ ദി അതർ ഹാൻഡ്, ഞാനിങ്ങനെ ടിഷ്യൂ വെച്ചു, ടിഷ്യൂ വെച്ചു, അത് ഇരിക്കുന്നേ ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരികയാണ്. ആൻഡ് നമ്മുടെ ഫേസ് അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുന്ന ഒരു ഫീലും ഉണ്ട്. ചിലർക്കൊക്കെ ഇവിടെയൊക്കെ പൊരിഞ്ഞ് കാണാൻ പറ്റും, ലൈക്ക് വൈറ്റ്, ഫ്ലേക്കി, ഡ്രൈ. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡ്രൈ സ്കിൻ. പ്രത്യേകിച്ച് ടിഷ്യൂവിൽ മാറ്റമൊന്നും കാണില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് കോമ്പിനേഷൻ സ്കിൻ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോഴത്തേനും, ടിഷ്യൂ വെച്ചിട്ട് അങ്ങനെ അമർത്തി വെച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ ഓയിലി ആയിട്ടും ഈ ചില പോർഷനിൽ ഓയിലി, ചില പോർഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇനി ടിഷ്യൂ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടിഷ്യൂ ഇങ്ങനെ സ്ക്വയർ ആക്കി നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് അത് ചീക്കിൻ്റെ പോർഷനിലും നോസിൻ്റെ പോർഷനിലും ഫോർ ഹെഡിലും ചിന്നിലും ഒക്കെ വെച്ച് നോക്കുക. പല നമ്മൾ ഓരോ പീസ് വേണം കേട്ടോ, ഓരോ പോർഷനിൽ വെക്കാൻ. അങ്ങനെ വെക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഏതൊക്കെ പാർട്ടാണ് ഓയിൽ, ഏതൊക്കെ പാർട്ടാണ് ഡ്രൈ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൊത്തത്തിൽ ഓയിലി സ്കിൻ ഉള്ളവരുടെയാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേനും എല്ലാ പീസിൽ നിന്നും നമുക്ക് ഒരു ഓയിലി ഫീൽ ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഓയിലൊക്കെ പറ്റിയിട്ടുള്ള ആ ഒരു കുത്തു സാധനം അങ്ങനെ ആയിരിക്കും. On the other hand, if our skin is dry, there may not be any change in all the pieces. കോമ്പിനേഷൻ സ്കിൻ ആണ് ആക്ച്വലി അങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഈസി. ബിക്കോസ് നമ്മൾ ഒരു പാർട്ട് ഇവിടെ വയ്ക്കും, ഒരു പീസ് ഓഫ് ടിഷ്യൂ, ഒരു പാർട്ട്, ആൻഡ് നെക്സ്റ്റ് വൺ ഹിയർ, അങ്ങനെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് അവർ സ്കിൻ ടൈപ്പ്. So guys, after watching this video, go and find out your skin type. Guys, I hope you liked the video. If you love the video, please do like, share and subscribe to my channel, and please do give a comment. Thank you for watching Bella's Happy World. Is me, Bella, signing off.